എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേയൊക്കെ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചേരുംപടി ചേർക്കാനാണ്. കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കടമെടുത്ത കുറച്ച് ആശയങ്ങളും അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് നമുക്ക് എന്താണ് ചേരുംപടി ചേർക്കാനുള്ളത്. ആദ്യം നോക്കിയ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് നമ്മുടെ എവിടെ നിന്നാണ് കടമെടുത്തത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പം ഇവിടെ ഡി ആണ് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിലോ കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. മൗലിക കടമകളാണെങ്കിലോ മൗലിക കടമകൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ഇവിടെ എ വരും. റിപ്പബ്ലിക് എന്നുള്ള ആശയം ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ഇവിടെ സി വരും. ഓക്കെ, അടുത്തത് സി വരും. മാർഗനിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ അത് അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ബി വരും. അപ്പോൾ ഒന്നാമത്തത് ഡി വരും, രണ്ടാമത്തത് ഇ, മൂന്നാമത്തത് എ, നാലാമത്തത് സി, അഞ്ചാമത്തത് ബി. ഇവിടെ ആൻസർ ഏതാ വരിക? എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന ആശയം ഏത് രാജ്യാന്തര സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കളക്റ്റീവ് സെക്യൂരിറ്റി. അപ്പോൾ അതേതാണ്? ഏത് രാജ്യാന്തര സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? UN ആണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെതാണ്. അടുത്തത് നോക്കി, ഗ്ലോബലൈസേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല ഏതാണ്? ഗ്ലോബലൈസേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല ഏതാണ്? ആഭ്യന്തര രാഷ്ട്രീയമാണോ? രാജ്യാന്തര വാണിജ്യവും സാമ്പത്തികവുമാണോ? കൃഷി മാത്രമാണോ? പ്രാദേശിക സ്വയം ഭരണമാണോ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യാന്തര വാണിജ്യവും സാമ്പത്തികത്തെയാണ് എന്ത് ബാധിക്കുന്നത്. അടുത്ത നോക്കിയേ, ക്ലാസ് സ്ട്രഗിൾ എന്ന ആശയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചിന്തകൻ ആരാണ്? ക്ലാസ് സ്ട്രഗിൾ ആരാണ്? മാർക്സ് ആണ്. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആദ്യ ഭൗമ ഉച്ചകോടി സംഘടിപ്പിച്ച വർഷം ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആദ്യ ഭൗമ ഉച്ചകോടി സംഘടിപ്പിച്ച വർഷം 1992. ഭൂമിയുടെ ഭ്രമണപഥത്തിലും ബഹിരാകാശ നിലയത്തിലും ആണവായുധങ്ങൾ നിരോധിച്ച ഉടമ്പടി ഏത്? ഭൂമിയുടെ ഭ്രമണപഥത്തിലും ബഹിരാകാശ നിലയത്തിലും ആണവായുധങ്ങൾ നിരോധിച്ച ഉടമ്പടിയാണ് ഔട്ടർ സ്പേസ് ട്രീറ്റി. എന്താണ് ഔട്ടർ സ്പേസ് ട്രീറ്റി? അടുത്തത്, ഒരു രാജ്യം അതിൻ്റെ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന സംസ്കാരം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാധീനം എന്നിവ പോലുള്ള നയതന്ത്ര സമീപനം ഏതാണ്? ഒരു രാജ്യം അതിൻ്റെ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന സംസ്കാരം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്വാധീനം എന്നിവ പോലുള്ള നയതന്ത്ര സമീപനം ഏതാണ്? സോഫ്റ്റ് പവർ ആണ്. ഏതാണ്? സോഫ്റ്റ് പവർ. അടുത്തത്, ഏത് രാജ്യാന്തര സംഘടനയുടെ ആസ്ഥാനമാണ് പാരീസിൽ സ്ഥിതി ചെയ്യുന്നത്? ലോകാരോഗ്യ സംഘടനയാണോ? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണോ? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണോ? വേൾഡ് മെറ്റിയോറിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണോ? ഏത് സംഘടനയുടെ ആസ്ഥാനമാണ് പാരീസിൽ? യുനെസ്കോയുടേതാണ് കേട്ടോ. യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാരീസിലാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? പഴങ്ങളുണ്ടോ? ഉണ്ട്. പച്ചക്കറികളുണ്ടോ? ഉണ്ട്. റബ്ബറുണ്ടോ? ഇല്ല. സുഗന്ധ വിളകളുണ്ടോ? ഉണ്ട്. അപ്പോൾ 1, 2, 4. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഗതാഗത മേഖല, ഭരണനിർവഹണ മേഖല. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഭൂമിശാസ്ത്ര പഠന മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, വിനോദസഞ്ചാര മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഗതാഗത മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഭരണനിർവഹണ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ധോഡാബേട്ട. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ധോഡാബേട്ട. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗാർഹ്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ധൂപ്ഗാർഹ്. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പരസ്നാഥ് കുന്നുകൾ. അപ്പോൾ ഇവിടെ എല്ലാം ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1, 2, 3, 4 എല്ലാം ശരിയാണ്. അടുത്ത നോക്കിയേ,
ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോതേം. ഇതാണ് ഐസോതേം. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജിലയാണ്. സോജില. താഴെ കൊടുത്തിരിക്കുന്നതിൽ റാബി വിള ഏതാണ്? റാബി വിള ഏതാണ്? നമുക്കറിയാം ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാന റാബി വിളയാണ്. അടുത്തത് നിർവാത മേഖല എന്നറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഇൻട്രോ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നാണ്. എന്താണ്? ഇൻട്രോ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ഓക്കെ. അടുത്തത് പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് കുറേഷ്യോ പ്രവാഹം. ഏതാണ്? കുറേഷ്യോ പ്രവാഹം. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറമാണ്. ഏതാണ്? കാരക്കോറം. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ച വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ്. ശരിയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉദ്ഭവ പ്രദേശമാണ്. ശരിയാണ്. ധാതുക്കളുടെ കലവറയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. തെറ്റാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. ഉത്തര മഹാസമുദ്രം. ഓക്കെ. ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര. അപ്പോൾ ഇവിടെ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ട്രോപ്പോസ്ഫിയറിലെ താപനിലയിൽ വരുന്ന മാറ്റം എന്താണ്? താപനില കുറഞ്ഞു വരുന്നു. അപ്പോൾ ഓരോ 165 സെൻറ്റിമീറ്ററിലും മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ട്രോപ്പോസ്ഫിയറിലെ താപനില എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ശിലാചക്രം എന്നാൽ എന്താണ്? ശിലാചക്രം എന്നാൽ എന്താണ്? ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനെയാണ് ശിലാചക്രം എന്ന് പറയുന്നത്. അടുത്തത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം ചേർത്തത് എന്താണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം ആമുഖത്തെ എന്ത് ചെയ്താണ്? ഭേദഗതി ചെയ്ത വന്ന ഭേദഗതിയാണ് അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് അതിനെ മാറ്റിയിട്ട് എന്ത് വന്നു? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് വന്നു. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് വന്നു. ഓക്കെ. അടുത്ത നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംസ്കാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കുവാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. 6 മുതൽ 14 വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? മൂന്നാമത്തതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത നോക്കിയേ. നോട്ടയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? നോട്ട എന്ന് പറയുന്നത് എന്താണ്? നൺ ഓഫ് ദ എബോവ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാൻ താല്പര്യമില്ലെങ്കിൽ വോട്ടർമാർക്ക് എന്ത് ചെയ്യാം? നിഷേധ വോട്ട് ചെയ്യാം. 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി വിധിയിലൂടെ നോട്ട എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നടപ്പാക്കുന്നു. ശരിയാണ്. 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി വിധിയിലൂടെ നോട്ട നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ എല്ലാം പേരിന് ഏറ്റവും മുകളിലായി നോട്ട ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റല്ലേ? ഏറ്റവും താഴെയല്ലേ? അപ്പോൾ ഇവിടെ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് MKSS, മസൂർ കിസാൻ ശക്തി സംഗതൻ. അടുത്തത് ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ലാറി ബേക്കറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്?
ലാറി ബേക്കറിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് 1990-ലാണ്. തെറ്റാണ്. 1988-ലാണ് ലഭിക്കുന്നത്. ലാറി ബേക്കർ എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് പൗരനായിരുന്നു കേട്ടോ. അടുത്ത നോക്കിയേ, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. ശരിയാണ്. സ്വാഭാവിക പൗരത്വം വഴിയാണോ ഇദ്ദേഹത്തിന് ഇന്ത്യൻ പൗരൻ അല്ല, കാരണം ഇയാൾ എന്താണ് ബ്രിട്ടൻ പൗരനാണ്, അപ്പോൾ സ്വാഭാവിക പൗരത്വം കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ എന്ത് ചെയ്യും, ഭരിക്കും എന്നത് ആരുടെ വാക്കുകളാണ്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാത്തതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? പ്ലേറ്റോയുടെ വാക്കുകളാണ്. അടുത്ത് നോക്കിയേ, കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി വിളകളെ സ്ഫടിക മേൽക്കൂരയ്ക്ക് ഉള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഹരിത ഗൃഹകൃഷി എന്ന് പറയുന്നത്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി വിളകളെ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ? അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. താങ്ക്